ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവല്ല സ്വദേശിയായിരിക്കുന്ന ആലീസ് വർഗീസ് സിസ്റ്ററാണ്. ആ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ വീടിൻ്റെ പണി പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുന്നതിനായിട്ടും രണ്ട് തൻ്റെ മകളായിരിക്കുന്ന റിൻസി മോളുടെ ഓസ്ട്രേലിയയിലൂടെ ഒരു ഫുൾ ടൈം ജോബ് ലഭിക്കേണ്ടതിനായിട്ട് ആ മകളെ ഓസ്ട്രേലിയയിൽ ദൈവം ശക്തമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ടും, അതേപോലെ ഇന്ന് ഈ എപ്പിസോഡ് സഹോദരി ചെയ്യാൻ കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ നാളുകളായിട്ട് നിന്ന ഷോൾഡർ പെയിൻ അവസാനിച്ചു. കർത്താവ് അത്ഭുതകരമേറിയ സൗഖ്യം ഈ എപ്പിസോഡിലൂടെ തന്നെ ഈ മകളുടെ മുന്നിൽ പകർന്നു. അത് മുഖാന്തരമാണ് ഈ മകൾ ഇന്ന് ഈ സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടിയിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നും ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലവരും കൂടെ വിടുവിക്കപ്പെടാൻ പോവുകയാണ്, ചിലരോട് സൗഖ്യമാകാൻ പോവുകയാണ്. ദൈവം ഇന്നും ജീവിക്കുന്നു. യേശു ഹീസ് അലൈവ് റൈറ്റ് നൗ. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ വീട് പണി തീരാത്തയോ വീട് പണി ആഗ്രഹിക്കുന്നവരൊക്കെയോ ഈ സമയത്ത് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം ദൈവം ജീവനുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇയ്യോബിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയ ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്തും മാറ്റം വരുത്തും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ അത്ഭുതം അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ കർത്താവെ അലിസനായി പ്രാർത്ഥിക്കുന്നു. ആ വീടിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി നന്ദി. മകൾ റിൻസിക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഫുൾ ടൈം ജോബ് ലഭിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഒരിക്കൽ കൂടെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതൊരു വലിയ സാക്ഷ്യമായി മാറട്ടെ. ഇനിയും സുവിശേഷത്തിന് വേണ്ടി ഇവർ കരം നീട്ടുവാൻ എൻ്റെ അപ്പൻ ഇത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സൂപ്പർ നാച്ചുറൽ വേർഡ് എന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഒന്ന് എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന തമ്പുരാൻ വിശ്വസ്തനാണ്. യേശു വിശ്വസ്തനാണ്. കാരണം ഹല്ലേലൂയ, കഴിഞ്ഞ 6 വർഷമായി സ്വർഗത്തിലെ ദൈവം വളരെ ശക്തിയോടെ ഈ മിനിസ്ട്രിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തുടക്കത്തേക്കാൾ ഒടുക്കം ഏറ്റവും നല്ലതുപോലെ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ, തുടങ്ങിയത് പവർ വിഷനിൽ ഒരു എപ്പിസോഡുമായ 5 വർഷത്തിന് മുമ്പ് ഇന്ന് അത് 6ഓളം TV ചാനലിലേക്ക് മാറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നത്, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും പറയാം, ഞാനൊരു സംഘടനയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ പ്രത്യേകം ഉയർത്താനല്ല. കാരണം ഞാൻ അറിഞ്ഞ യേശു അവൻ മതങ്ങളുടെ ദൈവമല്ല, അവൻ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ചു. അപ്പം വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ലെന്നും വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നവനും അതേപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കുന്നവനെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയുകയാണ്. എങ്കിലിന്ന് ഏത് അനുഭവത്തിലാണോ, ഏത് മാർഗത്തിൽ നിന്നാണോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കുമെങ്കിൽ, കാരണം വചനം പറയുന്നു, സങ്കീർത്തനം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കളെക്കുറിച്ചും ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇന്ന് സൗഖ്യമാകാൻ പോകുന്ന സമയമാണ്. 2, നിങ്ങളുടെ കുഴിയിൽ നിന്ന് വചനം നിങ്ങളെ കരകയറ്റാൻ പോകുകയാണ്. കാരണം ഹല്ലേലൂയ, 119-ാം സങ്കീർത്തനം
അതിൻ്റെ 105 വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാമോ? ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളുകളെ മുഴുവൻ മാറ്റുവാൻ പോവുകയാണ്. വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പുറപ്പെട്ടു വരാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ! വിശ്വസിക്കുന്നവർ മാത്രം ഈ സമയത്ത് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ വചനത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തൊട്ടു മുമ്പിലത്തെ എപ്പിസോഡിൽ ഒരു ബഹ്റിലെ ഒരു സഹോദരി എന്നോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രദർ, പ്രാർത്ഥനയിൽ വചനം കുറച്ച് പറയണമെന്ന് പറയുന്നു. ഒത്തിരി നാളുകളായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രതികൂലത്തിലല്ലാതെ ഒന്നും പോകുന്നില്ല. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. എന്നാൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി നടക്കുമെന്നുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ ഉത്തരം ലഭിക്കേണ്ടതിന് വേണ്ടിയുള്ള ചിന്തകളാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറിവാക്യം ഒന്ന് ഉറപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വചനത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. വസിക്കുക എന്ന് പറയുന്നതും താമസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. താമസിക്കുന്ന സ്ഥലത്തല്ല നമ്മളെപ്പോഴും വസിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ തൊട്ടിട്ടുണ്ടത്. ഞാൻ നിങ്ങളോട് പറയുക, വസിക്കുക എന്ന് പറഞ്ഞാൽ വേർപിരിയാത്തൊരു ബന്ധമാണ്. ആ നിലയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങളുടെ പ്രതികൂലത്തിൽ ആ വചനം നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നുള്ള വിഷയമാണ് നമ്മൾ തൊടുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ 16-ന്റെ 24-ാമത്തെ വാക്യം പറയുന്നു, ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം കർത്താവ് നമ്മൾ പറയുക, നമ്മൾ ഈ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിലാണോ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളെൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് ലഭിക്കുമെന്നാണ് പറയുന്നത്. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുക, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമമാണ് നമുക്ക് അധികാരമായി തന്നിരിക്കുന്നത്. എഫേസ്യ ലേഖനം പറയുന്നു, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും അവനെ അത്യന്തം അധികാരത്തിൽ ഉന്നതത്തിൽ ഇരുത്തി. ഹല്ലേലൂയ! അപ്പം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ വലിയ നന്മകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്, വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാത്തിരിപ്പുണ്ട്. കാരണം യാക്കോബ് പറയുന്നു, അവൻ്റെ നാമം കേൾക്കുമ്പോൾ പിശാചിപ്പോഴും വിറയ്ക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. 70 പേരെ യേശു തിരഞ്ഞെടുത്തവർ, അവർ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഈ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട് പ്രിയരെ. മത്തായിയുടെ സുവിശേഷത്തിൽ തൻ്റെ 11 ശിഷ്യന്മാരെ യേശു വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എൻ്റെ നാമത്തിൽ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാക്കുവിൻ. നമ്മൾ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിലാണ്. എങ്ങനെയാണ് സാക്ഷ്യം വെളിപ്പെടുന്നത്? അവൻ്റെ നാമത്തിൽ എൻ്റെ വഴി തുറന്നു, അവൻ്റെ നാമത്തിൽ എനിക്ക് സൗഖ്യം ലഭിച്ചു, അവൻ്റെ നാമത്തിൽ ഞാൻ വിടുതൽ അനുഭവിക്കുകയാണ്, അവൻ്റെ നാമത്തിൽ ഞാൻ സ്വതന്ത്രയായി. ഒന്ന് വിശ്വസിക്കാമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ! എങ്കിൽ ആഴമേറിയ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ 2 എപ്പിസോഡുകൾ ഇതേ തുടർന്നാണ് ചിന്തിക്കുന്നത്. പലരും ഇങ്ങനെ പറയാറുണ്ട്, ഇത്ര വചനം കേട്ടിട്ടും ഇത്ര ആരാധനകൾക്ക് പോയിട്ടും ഞങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നില്ലല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തൻ്റെ വാമൊഴിയാൽ ശിഷ്യന്മാരോട് ഉൾപ്പെടെ പറയുന്ന ഭാഗം, ആ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേഗത്തിൽ 1-ാമത്തെ വാക്യം, അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിലരികെ ഇരുന്നു. 2-ാമത്തെ വാക്യം, വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വരുന്നത് കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. 3-ാമത്തെ വാക്യം, അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. 4-ാമത്തെ വാക്യം, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അതിനെ തിന്നുകളഞ്ഞു. ഇതിനകത്ത് യേശു കൂടി വന്ന പുരുഷാരത്തോടൊക്കെയും ഉപമകളാലാണ് സംസാരിച്ചത്. പല ഭാഗങ്ങൾ നമുക്കറിയാം.
ഇതിനകത്ത് ഒരു ഉപമയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അതിൽ ആ ഉപമയുടെ പ്രത്യേകത, അവിടെ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്നുള്ളതാണ് 4-ാമത്തെ വാക്യം തുടങ്ങി കാണുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ഇത് 2 ഭാഗങ്ങളായിട്ടാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഈ വിതയുടെ ഉപമ പറഞ്ഞിട്ട് പുരുഷാരമെല്ലാം മാറിക്കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവർ അടുക്കൽ വന്ന് ഗുരുവിനോട് വീണ്ടും അത് വെളിപ്പെടുത്തണമെന്ന് പറയുന്നു. ആ സമയത്ത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കാണ് അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഇവിടെ കർത്താവ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും ആയിട്ടുള്ളത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. യേശുവിൻ്റെ വർത്തമാനം കേൾക്കുന്നവരിലാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. യേശു ഇന്നും ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നവരിലാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. എങ്കിൽ ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ, നിങ്ങളിത് പൂർണ്ണമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളിൽ ഒരത്ഭുതം ഇന്ന് സംഭവിക്കും. ഒത്തിരി പേര് എന്നോട് പറഞ്ഞത്, വചനം ഒത്തിരി കേൾക്കുന്നുണ്ട്, ഒത്തിരി ആരാധനകളിൽ പോകുന്നുണ്ട്, വഴി തുറക്കുന്നില്ലെന്ന്. എന്നാൽ അത് കേൾക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. 4-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരികയാണ്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. വിതക്കാരൻ വിതച്ചു, ചിലത് വഴിയരികെ വീണു, അത് വന്ന് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. ഇത് കേൾക്കുമ്പോൾ പറവ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ട് വയലിലൊക്കെ വിതകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഒത്തിരി പ്രാവുകളും കാക്കകളും കിളികളൊക്കെ വന്ന് വിതയ്ക്കുന്ന സമയത്ത് ധാന്യങ്ങൾ കൊത്തിക്കൊണ്ടുപോകുന്ന നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇതിൻ്റെ 18-19 വാക്യങ്ങൾ ഇത് ഒന്നുകൂടെ യേശു വ്യക്തമാക്കി പറയുന്നു ശിഷ്യന്മാർക്ക് വേണ്ടി. ഇന്നിത് കേൾക്കുമ്പോൾ നിങ്ങളും ഇത് അതേപോലെ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വിതക്കാരൻ്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. 19-ാമത്തെ വാക്യം, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. വിതക്കാരൻ വിതച്ചത് ചിലത് വഴിയരികിൽ വീണു, അത് പറവ കൊത്തിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ ഇവിടെ വെളിപ്പെടുത്തി പറയുകയാണ്. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ടും അത് ഗ്രഹിക്കാത്തത് കൊണ്ട് ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വചനത്തെ എടുത്തു കളഞ്ഞു. അപ്പം വചനം എങ്ങനെയാണ് നാം കേൾക്കേണ്ടത്? വചനം വളരെ ഗ്രഹിച്ചുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടാണ് നാം ഇത് കേൾക്കേണ്ടത്. വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ഈ വചനം കേൾക്കുന്നവനും ഈ വചനം വായിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ കേൾവി വളരെ ശ്രദ്ധയിലാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിൽ മാറ്റമില്ല. നിങ്ങളിത് വായിക്കുന്നത് ശ്രദ്ധയോടാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് അതിന് മാറ്റമില്ല. പ്രിയരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ വാതിലുകൾ തുറന്നിരിക്കും. അതേസമയം നാം അലക്ഷ്യമായിട്ടാണ്, ഗ്രഹിക്കാത്ത നിലകളിലാണ് വചനം കേൾക്കുന്നതെങ്കിൽ ഉറപ്പായും ദുഷ്ടൻ അതിനെ നമ്മളിൽ നിന്ന് നീക്കിക്കളയും. കാരണം വചനത്തിനകത്ത് എന്തുകൊണ്ടെന്നറിയാമോ? വചനം ജീവനുള്ളതാണ്. വചനത്തിനകത്ത് ആത്മാവുണ്ട്. വചനം ചൈതന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേജുകളെ മാറ്റാൻ കഴിയുന്നതാണ്. വേർഭാഗത്ത് പറയുന്നു വചനം ഇരുതല വാളിനേക്കാൾ മുറിച്ചേറിയതാണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു വചനം എന്ന വാൾ എടുക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, വചനം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിടുവിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. വചനം അത്ഭുതമാണ് പ്രിയരെ. വചനമാണ് എൻ്റെ പാത തുറക്കുന്നത്. വചനമാണ് എനിക്ക് വേണ്ടി അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. എന്നെ കേൾക്കുന്നവരെ, അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം യേശു അതിനെ വെളിപ്പെടുത്തുന്നത്, രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് അത് ഗ്രഹിക്കാതെ നിന്നാൽ ദുഷ്ടൻ അതിനെ അവകാശം പറയും. ഇപ്പോൾ എത്ര പേർ ഇതുമുതൽ ഈ വചന കേൾവി വളരെ ശ്രദ്ധയോടെ കേൾക്കും? അനുഗ്രഹത്തിൻ്റെ രഹസ്യം നിങ്ങൾ കേൾക്കണ്ടേ? ആവർത്തന പുസ്തകം 28-ന്റെ 1-2 വാക്യങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിൽ സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. 2-ാമത്തെ വാക്യം, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ
ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. 3-ാമത്തെ വാക്യം, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ പട്ടിക തന്നെ പറയുകയാണ്. ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹങ്ങളൊക്കെ നിൻ്റെ അവകാശമാക്കും. അവിടെ ഒരു പദം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടാൽ. ശ്രദ്ധയോടെ യഹോവയുടെ വാക്ക് കേട്ടാൽ നിൻ്റെ ദൈവമായ യഹോവ ദേശത്തിലെ ജാതികൾക്ക് മേളിൽ നിന്നെ ഉന്നതനാക്കും എന്ന് പറഞ്ഞാൽ, ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങുമ്പോഴേ ദൈവം എന്നെയും നിങ്ങളെ നോക്കി വിളിച്ചു പറയും, എൻ്റെ പൈതലാണവൻ. ഇന്ന് നിങ്ങളിതൊന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുമ്പോൾ ദൈവവചനം ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നു, രാവും പകലും അവൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നാം സന്തോഷത്തോടെ തിരുവചനം കേൾക്കുമെങ്കിൽ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, കർത്താവേ ഈ വചനം സന്തോഷത്തോടെ ഗ്രഹിക്കുമെങ്കിൽ, നിങ്ങളറിയാത്ത വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. എങ്കിൽ അത്ഭുതകരമേറിയ സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. കടന്നു വന്നാട്ടെ. ഈ അമ്മച്ചിയെ എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ സ്നാനപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നിന്ന് ജനം കാണട്ടെ. അമ്മച്ചി വേറെ അന്ന് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞില്ല, ഇത്രയും ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അതെ, നല്ല ക്ഷീണം. ഇല്ലാത്ത രോഗത്തിൻ്റെ ഭാരത്തോടായി അമ്മച്ചി അന്ന് വന്നത്. നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ട് എനിക്കിത് കാണുമ്പോൾ. എൻ്റെ ആവേശം വർദ്ധിക്കുകയാണ്. എൻ്റെ ആവേശം ഇതൊരു സാധാരണ രോഗമായിട്ടല്ലേ അമ്മച്ചി വന്നത്. ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം, സാധാരണ രോഗം അല്ല, നാക്കിൻ്റെ ക്യാൻസർ ആയിരുന്നു. ഇന്ന് മകൻ അബുദാബിയിൽ ജോലിയോടെ നിൽക്കുകയാണ്. ഇപ്പൊ ലീവിനാ അല്ലേ? അന്ന് ജോലിയൊന്നും ഇല്ലാതായിരുന്നു വന്നത്. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഇവർ വന്നിരിക്കുന്ന നിയോഗത്തിലാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ അടുത്തൊരു നിയോഗത്തിലേക്ക് നിങ്ങൾ കയറാൻ പോകുകയാണ്. ഞാനിങ്ങനെ കാണുന്നു, പക്ഷേ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, നീ ചിന്തിക്കാത്ത ചില പേപ്പറുകൾ നീ സൈൻ ചെയ്യാൻ പോകുകയാണ്. അതിൻ്റെ ഒരു വശത്ത് അറബിയുടെ ലെറ്ററാണ് നിൽക്കുന്നത്. അറബിയിൽ അത് എഴുതിയേക്കുന്നത്. അതെന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആരിലേക്കാളും വലിയവൻ നിന്നെക്കൊണ്ട് ചിലത് ചെയ്യിക്കാൻ പോകുന്നു. ആരെക്കാൾ വലുത് നിന്നെക്കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന കർത്താവ്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങൾ ശക്തിയോടെ ചലിപ്പിച്ച്, കരങ്ങൾ ശക്തിയോടെ ചലിപ്പിച്ച്. കർത്താവ് വിടുവിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ഉയർത്തി അമ്മച്ചെന്ന് കരം നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഉള്ള സമയമായിരുന്നു. ഞങ്ങളിപ്പോൾ 3 മാസം കൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളൊരു ചെറിയൊരു ഹോം സ്റ്റേ റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ ഈശോ അടുത്ത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ. ഞങ്ങളൊരാൾക്ക് 5 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ 12 വർഷമായിട്ടും തന്നില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പാസ്റ്റർ പറഞ്ഞു, അപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ കിട്ടുമെന്ന് ഞാൻ ഇവിടെ നിൽക്കും ആരാധനയിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടും പറഞ്ഞാട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടി. 3 മാസം മുമ്പ് എനിക്ക് 3 മാസം മുമ്പ് പെട്ടെന്ന് ശ്വാസം മുട്ട് വന്നു. ശ്വാസം മുട്ട് വന്നിട്ട് എനിക്ക് എഴുന്നേക്കാനൊന്നും ജോലി ചെയ്യാനും ഒന്നിനും വയ്യായിരുന്നു. ആ സമയത്ത് ഞാൻ ഫോണിലൂടെ TV-യിൽ കണ്ടാണ് ബ്രദറിൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തത്. അതിലൂടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സൗഖ്യം വരികയും പിന്നെ ഇതുവരെയും ആ ശ്വാസം മുട്ട് വന്നിട്ടില്ല. ശ്വാസം മുട്ട് വല്ലാതെ ഭാരമായിരുന്നു. അത് വല്ലാത്ത ശ്വാസം മുട്ടായിരുന്നു. എണീക്കാൻ വയ്യായിരുന്നു, എണീക്കാൻ പറ്റാത്തതായിരുന്നു. കർത്താവ് ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിനകത്ത് കർത്താവ് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഈ സാക്ഷ്യങ്ങളുടെ കൂടെ വിശ്വാസം വർദ്ധിച്ചെന്ന് വിശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ സൗഖ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. കാരണം അവൻ്റെ നാമം അത്ഭുതമെന്നാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അത്ഭുതകരമേറിയ വചനത്തിൻ്റെ ശക്തി ഇവരുടെ വാതിലുകളെ തുറക്കട്ടെ, ഇവരുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഇവർക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി. നാൻസി എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു.
അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടുകയാണ്. ഒരു വിദേശ യാത്ര ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഞാൻ ഈ സമയത്ത് തന്നെ സതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വാതിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. അൽഫോൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറന്നതിനായി നന്ദി. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ വീട്ടിൽ നിങ്ങളെ ശശികുമാർ എന്നാണ് വിളിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഒറിജിനൽ പേര് ശശിധരൻ എന്നാണ്. ശശിധരന് വേണ്ടി ഒരത്ഭുതം കർത്താവ് ഇപ്പോൾ ചെയ്യുകയാണ്. യേശു നിങ്ങളെ തൊടുകയാണ്. അതേപോലെ തന്നെ കർത്താവെ ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഓപ്പണാക്കാൻ പോവുകയാണ്. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ മേലിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിലങ്ങ് തുറന്നു കഴിഞ്ഞാലായി നന്ദി. യേശുവെ, ഈ സമയത്ത് തന്നെ ഫെർണാണ്ടസ് എന്നാണ് നിങ്ങളെ വിളിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ഇപ്പോൾ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറന്നതിനായി നന്ദി. ജോസ് എന്നൊരു പേർ കർത്താവ് എഴുതി കാണിക്കുന്നു. ദീർഘനാളുകളായി വിസായ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേലിൽ വെളിപ്പെടുന്നു. മേരിക്കുട്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വാതിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ ദൈവം തുറക്കുകയാണ്. യേശുവെ, ഈ സമയത്ത് തന്നെ അപ്പാ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതലങ്ങ് അയക്കണമേ അപ്പാ. അപ്പാ, ഇപ്പോൾ തന്നെ ഈ മകൾ സൗഖ്യമാകുന്നതിനായി നന്ദി. രേഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അപ്പാ, സുമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുകയാണ്. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിലുകളങ്ങ് തുറന്നിരിക്കുന്നതിനായി നന്ദി. അപ്പാ, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകൾ കൊണ്ട് ഇവർ നിറയപ്പെടുകയാണല്ലോ. ഈ സമയത്ത് രോഗികൾ പൂർണ്ണമായി സൗഖ്യമാണ്. ആസ്മ രോഗികൾ, ഹല്ലേലൂയ, ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർ, സ്കിൻ ഡിസീസുകൾ, അലർജി സംബന്ധമായ രോഗികൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ത്വക്ക് രോഗങ്ങൾ അപ്രത്യക്ഷമാകുകയാണ്. ഈ സമയത്ത് തന്നെ ബാക്ക് പെയിൻ അപ്രത്യക്ഷമാകുകയാണ്. ഹല്ലേലൂയ. ഹാർട്ടിന് വന്നിരിക്കുന്ന ഹോള് സൗഖ്യമാകുകയാണ്. പ്രോപ്പർട്ടി സംബന്ധമായ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രവീണിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴി അങ്ങ് തുറന്നിരിക്കുന്നതിനായി നന്ദി. അപ്പോൾ ജോളി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജോളിക്ക് വേണ്ടി ദീർഘനാളുകളായി വാതിൽ തുറക്കാത്തടത്തൊരു വാതിൽ ദൈവം തുറക്കുകയാണ്. ഞാൻ കാണുന്നത് ജോലി സംബന്ധമായ വിഷയത്തിന് മറുപടി കർത്താവ് തന്നു കഴിഞ്ഞു. അഗസ്റ്റീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുകയാണ്. ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ ദൈവം അയച്ചിരിക്കുകയാണ്. റെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞു. മീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീനായ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കഴിഞ്ഞു. മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറന്നിരിക്കുന്നതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പാ. സാമ്പത്തിക വിഷയത്തിന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. സെറീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെറീൻ, ദൈവത്തിൻ്റെ അത്ഭുത കരം നിങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് തന്നെ അപ്പാ വത്സലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഈ സമയത്ത് തന്നെ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവേ, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറന്നു കഴിഞ്ഞു. കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന വീട് പണി തീരാതെ നിൽക്കുന്നവർ, അതേപോലെ തന്നെ കർത്താവേ, പ്രോപ്പർട്ടി സംബന്ധമായ വിഷയം, തലമുറയില്ലാത്തവർ, ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമേറിയ വിടുതലുകൾ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അങ്ങ് റിലീസ് ചെയ്തവരായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനവും ഈ സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറുകൾ നിങ്ങൾക്ക് എന്നെ ലഭ്യമാണ്. വാട്സാപ്പുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട്. IMO ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ഈ എപ്പിസോഡുകൾ 6 വർഷവും ഏകദേശം 1 മാസവും കഴിയുകയാണ്. അനേകർക്ക് ഇത് അനുഗ്രഹമായി. ആയിരങ്ങൾ വിടുവിക്കപ്പെട്ടു. ഇന്ന് 6ഓളം TV ചാനലുകളിലും ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബിലും ഒക്കെ നമ്മുടെ എപ്പിസോഡുകൾ കടന്നു പോകുന്നു. നിങ്ങൾ ഇത് മിസ്സാകുന്നു എന്ന് തോന്നിയാൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നു. വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന കൃപാവിഷൻ്റെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി നിങ്ങൾ കരം നീട്ടണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ
നന്മകളും വലിയ അത്ഭുതങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിങ്ങളും താങ്ങുമ്പോൾ ഈ മിനിസ്ട്രി മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പ്രതിഫലം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. എങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ ശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. അതേപോലെ തന്നെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ ആരാധനകളുണ്ട്. സിംഗപ്പൂരിലുള്ളവർ പ്രത്യേകമായി കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അലി സിസ്റ്ററിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഈ മകളുടെ ആവശ്യങ്ങളെ ചെയ്തിരിക്കുന്നതിനായി നന്ദി ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.